ആന്റണി രാജുവിനുണ്ടായ വളർച്ച രാഷ്ട്രീയ നേതൃത്വം പരിശോധിക്കണമെന്ന് മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ. ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ കോടതി സംവിധാനങ്ങൾ ഇടപെട്ടു എന്ന് നാൾവഴികൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആന്റണി രാജുവിനെതിരായ തെളിവുകൾ പുറത്തുവിടുന്നതിൽ സുപ്രധാന ഇടപെടൽ നടത്തിയത് മീഡിയ വൺ ആണെന്നും അനിൽ ഇമ്മാനുവൽ പറഞ്ഞു. തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇനി മുതൽ അദ്ദേഹം MLA അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തടസ്സങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയ മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലാണ് നമുക്കൊപ്പം ചേരുന്നത്. കോടതിയുടെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ പൊതുവിൽ. പക്ഷേ ആ നിലയിലല്ല എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് നടന്നത്. ഏറ്റവും ഒടുവിൽ ഏതായാലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. എങ്ങനെയാണ് ഇതിലുണ്ടായ തിരിമറികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതിലുണ്ടായ ഒരു തിരിമറിയെ തുടർന്നാണ് ഈ കേസ് ഉണ്ടാവുന്നത്, അറിയാമല്ലോ. 1990 ഓസ്ട്രേലിയൻ പൗരൻ ലഹരി മരുന്നുമായി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പിടിയിലായതിന് തുടർന്നുണ്ടായ കേസാണ്. ആ കേസിൽ അയാൾ ലഹരി മരുന്ന് സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ആണ് ആ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി വസ്തു. ആ കേസ് വിചാരണ നടക്കുന്നതിന് മുമ്പ് കോടതിയിൽ നിന്ന് ആന്റണി രാജു ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി തിരിമറി നടത്തി പ്രതി വിട്ടുപോകാൻ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം അന്നുയർന്നത്. ഒരു ചാനലിലും പത്രത്തിലും അല്ല, സോഷ്യൽ മീഡിയയിലെ എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഞാനന്ന് ഈ സ്ഥാപനം വാർത്ത കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അന്നുണ്ടായ പ്രതിസന്ധി ഒരു യഥാർത്ഥ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഞാൻ ഈ രേഖകൾക്കായി മറ്റും ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ആ സമയം കുറേ മാസങ്ങൾ നടന്നാണ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹൈ പ്രൊഫൈൽ പ്രതികൾ ഉൾപ്പെട്ട കേസിലെ രേഖകൾ കയ്യിൽ വന്നിട്ട് പബ്ലിഷ് ചെയ്യായിരുന്ന എന്താണ് സംഭവിക്കുക? എന്തോ സെറ്റിൽമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ അയാൾ എന്ന് മറ്റുള്ളവരെ ചിന്തിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വാർത്ത. എനിക്ക് 2022 ജൂലൈ 17 പുലർച്ചെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് ആദ്യം എന്നെ വിളിച്ചത് മീഡിയ വണ്ണിൽ നിന്നാണ് വിളിച്ചത്. രാവിലെ 5:30 എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുന്നത് മഹേഷ് പോലൂർ അന്ന് വിളിച്ച്, ചേട്ടാ ഇതൊരു വലിയ വാർത്ത, എന്താണ് ഫേസ്ബുക്കിലിട്ടത് എന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാനതിന് ഇവിടെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അങ്ങനെ നിങ്ങളടക്കമുള്ളവർ ഏറ്റെടുത്ത് വാർത്തയപ്പോഴാണ് എന്നോട് വേണ്ടാന്ന് പറഞ്ഞ സ്ഥാപനത്തിനും പിന്നീട് ഇത് എടുക്കുകയും വാർത്തയൊക്കെ ചെയ്യേണ്ടി വന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന എല്ലാ കാലത്തേക്കും ഓർമ്മിച്ച് വെക്കുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ നടത്തിയ അനിൽ ഇമ്മാനുവൽ പറയുന്നത് എത്രനാൾ മൂടിവെച്ചാലും സത്യം അതിൻ്റെ വെളിച്ചത്തേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മീഡിയ വൺ ഇടുക്കി.